ആ സിനിമയിൽ ഷൂട്ട് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങൾ, സിനിമയിലെ ചില സീൻസ്, അതെല്ലാം ഇപ്പോഴും മനസ്സിൽ ഫ്രഷായിട്ട് തന്നെ കിടക്കും. ഞാൻ പറഞ്ഞില്ല മൂവി ഞാൻ ചെയ്യുന്നില്ല, ഇല്ല കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെയാണ്, ഓക്കെ എന്തായാലും ചെയ്യും ആ മൂവി. എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എങ്ങനെ വീണു, എങ്ങനെ വീഴാൻ സാധിച്ചു. പക്ഷെ പിന്നീടാണ് ആലോചിക്കുമ്പോൾ പല സമയത്ത് ഇപ്പോഴും ഞാൻ തട്ടിത്തടഞ്ഞ് വീഴാറുണ്ട്. ഒരു ഗ്യാപ്പ് എടുത്ത ഒരാളാണ് സിനിമയിൽ നിന്ന്. എന്നിട്ട് പോലും ഇപ്പോഴും എൻ്റെ പേര് നിറത്തിലെ ജോമോൾ, നിറത്തിലെ വർഷമൊന്നുമല്ല, നിറത്തിലെ ജോമോൾ അല്ലെങ്കിൽ ജോമോൾ എന്ന് പറയുന്ന എൻ്റെ പേര് പല കുടുംബങ്ങളുമായിട്ട് ഇപ്പോഴും ചേർന്ന് കിടക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. ഉണ്ണിയാർച്ചയെ കുറിച്ച് ജോമോൾ തന്നെ പറഞ്ഞത് കുറച്ച് ഓവർ ആക്ട് ചെയ്ത, വീട്ടിലെല്ലാവരും പറയുന്നത് ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിരുന്നു, നീ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ ആ പടത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ അഭിനയം ഇപ്പോഴും കാണുമ്പോൾ ചിരി വരും. ജോമോളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ജോമോൾ. ഹലോ. ജോമോൾ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തന്നെ നിനക്കുമുണ്ടോ എന്നെ പോലെ പറയുവാൻ അരുതാത്ത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന വരികളാണ്. കൈതപ്പുറം സാറിന്റെ മ്യൂസിക്കിൽ കൈതപ്പുറം സാർ തന്നെയാണ് അത് വരി എഴുതിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിലൊന്നാണ് ജാനകിക്കുട്ടി. MD ഹരിഹരൻ ടീമിന്റെ ഗ്രേറ്റ് പടമാണ്. ഇപ്പോഴും ആ വലിയ കണ്ണടയില്ലേ, വട്ടത്തിലുള്ള കണ്ണട, അന്നത്തെ കാലഘട്ടത്തിൽ മലയാളി ഒരുപാട് റിലേറ്റ് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു. ജാനകിക്കുട്ടിയുടെ മനസ്സെല്ലാവർക്കും മനസ്സിലായി. അപ്പം അന്നൊക്കെ ഈ തൊടിയിലും പറമ്പിലും ഒക്കെ നടക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ജോമോൾ കണ്ടിരുന്നത്. ജോമോളുടെ ആ കാലഘട്ടം ഓർത്തെടുക്കുമ്പോൾ ആ പടത്തിന്റെ ആ ടീം വർക്കും ആ പടത്തിലെ തൊടിയും അല്ലെങ്കിൽ ജോമോൾ സഞ്ചരിക്കുന്ന വഴികളും ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ടോ? അന്നത്തെ ദിവസം അന്ന് എങ്ങനെയായിരുന്നു? അന്ന് ഒന്നാമത് ഫസ്റ്റ് ടൈം മൂവിയിലേക്ക് വരുന്നു. ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചെങ്കിലും അതൊക്കെ മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫ്രഷ് ആയിട്ടാണല്ലോ സിനിമയിലേക്ക് അന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഹിബിഷൻസ് ഇല്ല, നമ്മൾക്ക് വേറൊരു ഒന്നിനെക്കുറിച്ചും നമുക്കൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ളൊരു നോഷനോ ഒന്നുമില്ല. ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചായിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ വന്ന് കെയർ ഫ്രീ ആയിട്ട് ചെയ്ത ഒരു പടമായിരുന്നു. ആൻഡ് പടത്തിൻ്റെ ആളുകളുമായിട്ട് ആദ്യം തന്നെ അങ്ങ് ജെല്ലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലെങ്ങനെയോ നമ്മുടെ നാട്ടിലെങ്ങനെയോ ഇപ്പം നമ്മൾ തറവാടുകളിലൊക്കെ പോകുമല്ലോ വെക്കേഷൻസിനൊക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് തൊടികളും പറമ്പും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഫീലായിരുന്നു. ഒന്നാമത് മേക്കപ്പ് ഇല്ല, ഒരാവശ്യമില്ല. ഡ്രസ്സ് എത്ര മുഷിയാവുന്നോ അത്രയും നല്ലതാണ്. എനിക്ക് തോന്നുന്നില്ല ആ സിനിമയിൽ ഒരു പ്രാവശ്യം പോലും എനിക്കൊരു ഇസ്തിരി ഇട്ട ഡ്രസ്സ് തന്നിട്ടുണ്ട്. എനിക്കൊന്ന് കല്യാണ സീനിലൊരു ഫുൾ സ്കേർട്ടും ബ്ലൗസിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്, അത് മാത്രമാണ് തോന്നുന്നു എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ഡേ തന്നപ്പോൾ ഒന്ന് അയൺ ചെയ്ത് തന്നെ, ബാക്കിയൊന്നും അയൺ ചെയ്യാത്ത പോലെ. അപ്പോൾ ഞാനതിട്ട് എവിടെ നടന്നാലും എവിടെ ഇരുന്നാലും എങ്ങനെ കിടന്നുറങ്ങിയാലും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫീലായിരുന്നു. പിന്നെ കൂടെ അഭിനയിച്ചവരെന്ന് പറഞ്ഞതും ഒരുപാട് പേര് പുതുമുഖങ്ങൾ അങ്ങനെയുള്ളവരായിരുന്നു. അപ്പം നമുക്ക് ഒരു പേടിയൊന്നുമില്ല. കൂടെ നിന്ന് അഭിനയിക്കുമ്പോഴൊക്കെ സീനിയറാണോ എന്ത് പറയും അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് മനസ്സ് ഫ്രീ ആയിട്ട് അഭിനയിച്ച ഒരു പടം. ഡയറക്ടർ എന്ത് പറയുന്നു അത് അബ്സോർബ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരുന്നു. നമ്മുടെ കഥകളിലെ സ്വപ്നങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് സാക്ഷാത്കരിക്കുന്ന ഒരു യക്ഷി ചഞ്ചലിന്റെ ക്യാരക്ടറും അതൊക്കെ ഇപ്പോഴും മനസ്സിനകത്ത് ഇരിക്കുന്നുണ്ടോ? ഒരുപാട് ആ ക്യാരക്ടറും ആ ഒരു സിനിമ എൻ്റെ മനസ്സിനോട് ഒരുപാട് ചേർന്ന് കിടക്കുന്ന ഒരു സീനാണ്, ഒരു സിനിമയാണ്. മൂവിയേക്കാളും കൂടുതൽ ആ മൂവി എൻ്റെ ആദ്യത്തെ മൂവി, നമുക്ക് ആദ്യത്തെ ചില എക്സ്പീരിയൻസുകൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നിപ്പോൾ എത്ര കൊല്ലമായി, 97 ചെയ്ത മൂവിയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ആ സിനിമയിൽ ഷൂട്ട് ചെയ്തപ്പോഴുള്ള അനുഭവങ്ങൾ, സിനിമയിലെ ചില സീൻസ്, അതെല്ലാം ഇപ്പോഴും മനസ്സിൽ ഫ്രഷായിട്ട് തന്നെ കിടക്കും. അതെ, അത് ഇത്രയും കാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ അംഗീകാരങ്ങളും ഒക്കെ തേടി വന്നത്. ഭാഗ്യം. അതേപോലെ തന്നെയാണ് ആ ടീമിന്റെ MD ഹരിഹരൻ ടീമിന്റെയാണ്. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 60 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങൾക്ക് ആർക്കും അതിനകത്തൊരു ആരും ഒരുങ്ങിയോ അങ്ങനത്തെ മേക്കപ്പുകളോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞങ്ങൾ എങ്ങനെ വരുന്നോ അങ്ങനെ നിന്ന് അഭിനയിക്കുന്ന ഒരു ഇതാണ്. നമുക്കൊരു വീട്ടിൽ നിന്ന പ്രതീതിയാണ്. എല്ലാവരും ഒരു കുടുംബം, നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ, വീട്ടിൽ നമ്മൾ കാഷ്വലായിട്ട് ഇന്നാണെങ്കിൽ നമ്മൾ പജാമയും ഒരു ടീഷർട്ടും ഇട്ട് നിൽക്കുന്ന പോലെ എല്ലാവരും അതിൻ്റെ അകത്ത് അങ്ങനെയായിരുന്നു. അപ്പം നമുക്കൊരു അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അമ്മായി, ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഫീലിംഗ് ആയിരുന്നു എന്ന് ആഹാരം കഴിക്കുക, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ആ ഒരു ഫീൽ. എനിക്ക് പടത്തിനേക്കാളും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പടത്തിൽ അഭിനയിച്ചാലേ ആ ഒരു സമയത്തെ ഓർമ്മകളാണ് എപ്പോഴും
ഉള്ളത്. അതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ജാനകിക്കുട്ടിയെ നമുക്ക് മനസ്സിലായി പിൽക്കാലഘട്ടത്തിൽ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ ഇതാണ് അപ്പൂട്ടൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴും റിലേറ്റ് ചെയ്തിരുന്നതെന്ന് അറിയാമോ, അത് ജാനൂട്ടിയുടെ മനസ്സ് പോലെ ഇത് അപ്പൂട്ടൻ്റെ മനസ്സാണെന്ന് പറയില്ലേ. ഓരോ ആൾക്കാരെയും ക്യാരക്ടറും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അവരെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളുടെ ഒരു ശ്രമത്തിൻ്റെ ആദ്യ പടിയായിരുന്നു MDയുടെ ഈ പറയുന്ന ജാനൂട്ടി എന്ന് പറയുന്ന സിനിമ. അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമ വായന തുടരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഭയങ്കര ഈ പറയുന്ന മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് അഭിനയിച്ചത് കഴിഞ്ഞിട്ട് ഈ നിറത്തിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അതൊരു പ്ലഷറാണ് മാറി ചെയ്യാന്ന് പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ ലൈക്ക് യു സെഡ് മേക്കപ്പ് ഉണ്ട്, എന്നും കോസ്റ്റ്യൂം ഉണ്ട്, പുതിയ പുതിയ കോസ്റ്റ്യൂം, എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം. അതുപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നേരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു, ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയിരുന്നു. ഇപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴുന്ന ഒരു ക്യാരക്ടർ, അതും ഒരു ചലഞ്ചാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കുക ഏതാണ് എൻ്റെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഇതായിരിക്കും. ആദ്യം ജാനകിക്കുട്ടി, രണ്ടാമത് നിറം, വർഷ. തീർച്ചയായിട്ടും. കാരണം ഇന്നും വർഷ പലരുടെയും മനസ്സിലുണ്ടെന്നുള്ളത് ഒരുപാട് പേരിങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാനും വർത്തമാനം പറയാനൊക്കെ വരുമ്പോൾ പറയും, ഞാൻ എൻ്റെ മോളെ വിളിക്കുന്നത് നിറത്തിലെ ജോമോൾ എന്നാണ്. ഞാൻ ചോദിച്ചു തട്ടിത്തടഞ്ഞ് വീഴുന്ന അത് തന്നെ. അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ സമയത്തൊന്നും അവരുടെ മക്കളിപ്പോൾ ഉണ്ടായ മക്കൾക്ക് അവരൊക്കെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ഞാൻ ആ ഒരു ഗ്യാപ്പ് എടുത്ത ഒരാളാണ് സിനിമയിൽ നിന്ന്. എന്നിട്ട് പോലും ഇപ്പോഴും എൻ്റെ പേര് നിറത്തിലെ ജോമോൾ, നിറത്തിലെ വർഷ എന്നല്ല, നിറത്തിലെ ജോമോൾ അല്ലെങ്കിൽ ജോമോൾ എന്ന് പറയുന്ന എൻ്റെ പേര് പല കുടുംബങ്ങളുമായിട്ട് ഇപ്പോഴും ചേർന്ന് കിടക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഒരു റാങ്കിങ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തായാലും ജാനകിക്കുട്ടി, രണ്ടാമത് വർഷ. ഓ, അടിപൊളി. ഈ വർഷയുടെ വീഴുന്ന പ്രത്യേകത, എൻ്റെ കാമുകി പല സ്ഥലത്തും തട്ടി വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ക്യാരക്ടേഴ്സിനെ. എന്ന് വെച്ചാൽ അയാൾ കാലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരു ശ്രദ്ധക്കുറവോ എന്തോ കൊണ്ട് ചില സ്ലിപ്സ് ഒക്കെ വരുമ്പോൾ ഇയാൾ തട്ടി വീഴും. അപ്പം ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നത് അവരുടെയൊക്കെ ഒരു സംവിധായകരുടെയൊക്കെ ഒരു മിടുക്കാണ്. അതിനകത്ത് ആക്ച്വലി എങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ് വന്ന് എപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴും. വേറെ എന്ത് വേണമെങ്കിലും ആ ക്യാരക്ടറിന് ഒരു എന്താ പറയുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നേച്ചർ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് ആരും പ്രതീക്ഷിക്കാത്ത അത് എങ്ങനെ ചെയ്യുന്ന തുടക്കം തൊട്ട് ഈവൻ പടം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എങ്ങനെ വീണു, എങ്ങനെ വീഴാൻ സാധിച്ചു. പക്ഷെ പിന്നീടാണ് ആലോചിക്കുമ്പോൾ പല സമയത്ത് ഇപ്പോഴും ഞാൻ തട്ടിത്തടഞ്ഞ് വീഴാറുണ്ട്. വീണിട്ടില്ല, തട്ടിത്തടയാറുണ്ട് ഇപ്പോഴും. പക്ഷെ ആ വീണൊക്കെ ഒരു നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഈ മയിൽപ്പീലിക്കാവിലേക്ക് എത്തുമ്പോൾ ശരിക്കും കുഞ്ചാക്കോ ബോബൻ നക്ഷത്രത്താരാട്ടും അനിയത്തിപ്രാവ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പുതിയ നായിക വരുന്നു. അത് ജോമോളാണ്. അത് വേറെ തരത്തിലുള്ള ക്യാരക്ടറാണ്. അതൊരു കോംബോ ആണ്. ഇല്ലെങ്കിൽ ആ ഒരു കാവും പരിസരങ്ങളും ഒക്കെ ആ വേറൊരു ജോണറിൽ തന്നെ കുറച്ചൊരു ഹൊറർ എലമെന്റ് ഒക്കെ വരുമ്പോൾ ഒരു സുഖമുള്ള ഒരു സാധനമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഭ്രമാത്മകമായ കഥകളിലെ ഒരു താരമാണ്. ഈ ആ മയിൽപ്പീക്കാലി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് പാട്ടുകൾ, മയില എന്ന് പറയുന്ന പാട്ടുകൾ ഇന്നും 2 ദിവസം മുൻപും കൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ FM കേട്ടിരുന്ന പാട്ടാണ് മയിലായി പറന്നു പോവാൻ. അത് കുഞ്ചാക്കോബനുമായിട്ട് ചെയ്യുമ്പോൾ കുഞ്ചാക്കോബൻ ഒരു അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു ഹിറ്റിന് ശേഷം വരുന്ന ഒരു സാധനമാണ്. അപ്പൊ എത്രത്തോളം ഒരു ഗുമ്മുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന്? അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ഞാൻ സിനിമയിലൊന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് 10th കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അന്ന് എല്ലാ പെൺകുട്ടികളെ പോലെ ചാക്കോച്ചൻ്റെ ഒരു വെരി ആർഡൻ ഫാൻ ആയിരുന്നു ഞാൻ. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആ ഒരു എല്ലാവരുടെയും ഒരു ഹാർട്ട് ത്രോബായിരുന്നു അന്ന്. അപ്പം അത് അനിയത്തിപ്രാവ് ഞാൻ 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവിയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മൂവി എന്ന സ്വന്തം ജാനകിക്കുട്ടി, രണ്ടാമത്തെ മൂവി സ്നേഹം, പിന്നെ മൂന്നാമത്തെ പഞ്ചാബി ഹൗസ്, നാലാമത്തതാണ് ഞാൻ മയിൽപ്പീലിക്കാവ്. അപ്പം ആദ്യത്തെ മൂവി ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മൂവി ജാനകിക്കുട്ടി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഇതിനുള്ള ഓഫർ വന്നത്. ഷൂട്ടിംഗ് കുറച്ച് 2 മൂവിയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിന് വന്നതാണ്, ഈ മയിൽപ്പീലിക്കാവിനുള്ള ഓഫർ വന്നു. അപ്പം എൻ്റെ വീട്ടിൽ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സിനിമയില്ല, ഞാൻ പഠിത്തമാണ്, കാരണം പ്രീ ഡിഗ്രിയാണ് ഞങ്ങളുടെ സമയത്ത്. അപ്പം പ്രീ ഡിഗ്രി ഞാൻ സയൻസ് 2nd ഗ്രൂപ്പ് എടുത്തത്. ഞാൻ പറഞ്ഞു ഇല്ല ഇനിയിപ്പോൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം വീട്ടിലിങ്ങനെ പറഞ്ഞു അല്ല ഒരു മൂവിയുടെ ഇത് വന്നിട്ടുണ്ട്,
ഞാൻ പറഞ്ഞില്ല മൂവി ഞാൻ ചെയ്യുന്നില്ല, ഇല്ല. അല്ല കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ, ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെയാണ്, ഓക്കെ എന്തായാലും ചെയ്യും ആ മൂവി. അങ്ങനെയാണ് പിന്നെ ആ മൂവിയിലേക്ക് അടിപൊളിയാണ്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ ആദ്യം ചാക്കോച്ചൻ്റെ കൂടെ മൂവിയുടെ ഷൂട്ടിന് മുൻപ് ഞങ്ങൾക്കൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് രാജൻ പോൾ എന്ന് പറഞ്ഞ പണ്ട് മലയാളം വനിതയുടെ ഒക്കെ കവർ പേജ് ചെയ്ത രാജൻ പോൾ ആയിരുന്നു ഞങ്ങളുടെ ഫോട്ടോ സെഷൻ ചെയ്തത്. അപ്പോൾ പടത്തിൻ്റെ പോസ്റ്റേഴ്സും പിന്നെ അന്ന് കാസറ്റ് ആയിരുന്നു. അന്ന് കാസറ്റിൻ്റെ ഒരു കവർ ഉണ്ടാവും. കാസറ്റിൻ്റെ കവറൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഇതിനു മുൻപ് എത്രയോ മുൻപ് ഞങ്ങൾ എടുത്ത ഫോട്ടോ സെഷൻ്റെ ഫോട്ടോസ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചാക്കോച്ചനെ കാണുന്നത്. പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എന്നെ ആദ്യം വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു. അന്ന് എനിക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായിട്ട് ചാക്കോച്ചൻ വിളിച്ചു, സംസാരിച്ചു. പിന്നീടാണ് ഞങ്ങൾ ഈ ഫോട്ടോ സെഷനിൽ കാണുന്നത്. പിന്നെ റെസ്റ്റ് ഷൂട്ടിങ് അങ്ങനെ. ഒരുപാട് ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒതുക്കിക്കൊണ്ട് സ്നേഹത്തിലെ മണിക്കുട്ടി എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്. അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. അല്ലെങ്കിൽ ആ മണിക്കുട്ടി അവസാനം ഹാപ്പിനെസ്സിലേക്ക് എത്തുമെങ്കിലും മണിക്കുട്ടിയുടെ ആ ജനൽ അഴിയിൽ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. ആരെങ്കിലും അതുവഴി കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ മണിക്കുട്ടി അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മണിക്കുട്ടിയുണ്ട്. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കും അവളൊന്ന് പുറത്തിറങ്ങി കാണാനും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ മനസ്സ് അവിടെ ഇങ്ങനെ നിന്നുപോയി. പക്ഷെ എങ്കിലും അതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻസ്പയറിംഗ് എലമെന്റ് അതിനകത്തുണ്ടായിരുന്നു. മണിക്കുട്ടി ചെയ്യുമ്പോൾ ആ ഒരു ലൊക്കേഷനും പിന്നെ ജയരാജ് സാറിന്റെ പടമാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടി, ഞാൻ അഭിനയിച്ചു, ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഇതുവരെ എല്ലാം അന്നത്തെ ആ ഒരു സമയത്ത് എല്ലാം ടോപ്പ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. ആദ്യം ഹരിഹരൻ സാർ, രണ്ടാമതാണ് ജയരാജ് സാറിൻ്റെ കൂടെ. ജയരാജ് സാറിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിലോട്ട് വന്നപ്പോഴേ ഞാൻ എല്ലാവർക്കും ജാനകിക്കുട്ടിയിൽ അഭിനയിച്ച കുട്ടി എന്നുള്ള ആ ഒരു ഇതിലൂടെയാണ്, കാഴ്ചപ്പാടിലൂടെയാണ് എന്നെ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. കാരണം ജാനകിക്കുട്ടി അഭിനയിച്ചത് മുഴുവൻ ഹരിഹരൻ സാറിൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രം. സാർ എന്ത് പറയുന്നു അത് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു തോന്നൽ. പക്ഷെ നേരെ മറിച്ച് ജയരാജ് സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ജയറാമേട്ടൻ, ബിജു ചേട്ടൻ, അങ്ങനെയുള്ള എല്ലാം സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടി, അതുപോലെ ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരു കുട്ടി, അവർക്ക് ആ ഒരു ലെവലിലായിരിക്കണം അവർ കണ്ടത്. അപ്പോൾ എനിക്ക് നല്ല സ്ട്രെസ്സായിരുന്നു ആ പടം ചെയ്യുന്നതിൽ. ഒന്നാമത് കാല് വയ്യാത്തൊരു കുട്ടി. ഫസ്റ്റ് ഷോട്ട് തന്നെ ജയറാമേട്ടൻ്റെ കൂടെ എൻ്റെ കൈയും കാലും വരച്ചിട്ടായിരുന്നു ഞാൻ ആ പടം ചെയ്തത്. പിന്നെ ജയരാജ് സാറിനെ പോലെ ഒരു ഡയറക്ടർ എങ്ങനെ, കാരണം ഹരിഹരൻ സാറിനെ എനിക്കറിയാം എങ്ങനെയാണെന്നുള്ള, നമ്മൾ ആർട്ടിസ്റ്റുമായിട്ട് ജയരാജ് സാർ എങ്ങനെയാണ് ആർട്ടിസ്റ്റുമായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഷോട്ട് ശരിയായിട്ടില്ലെങ്കിൽ വഴക്ക് പറയോ, ഇത്രയും സീനിയേഴ്സ് ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനിലൂടെയാണ് വന്നത്. ഒന്ന്. രണ്ടാമതൊരു ഒരു മണിക്കുട്ടി എന്ന് പറയുന്നത് ജാനകിക്കുട്ടിയുടെ ഏജുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഒരു ലേഡിയാണ് അതിനകത്ത്. അപ്പം കാല് വയ്യാത്ത ഒരു ലേഡി, അതുപോലെ കട്ടിലിൽ നിന്ന് വീഴുന്നു, അങ്ങനത്തെ എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇതേപോലെ തന്നെ ഇത്. പക്ഷേ ജാനകിക്കുട്ടി ഞാൻ വളരെ റിലീവ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തൊരു പടമാണ്. പക്ഷേ നേരെ മറിച്ച് സ്നേഹം ഞാൻ ഒത്തിരി കുറച്ച് നന്നായിട്ട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ജോമോളുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. മൈ ഡിയർ മുത്തച്ഛനിൽ മായ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അതൊക്കെ നമ്മളിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. പക്ഷേ അതിന് പുറകോട്ട് പോകുമ്പോഴാണ് വടക്കം വീരഗാഥ എന്ന് പറയുന്ന വലിയ ഗ്രേറ്റ് പടത്തിൽ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ക്യാരക്ടർ. ഉണ്ണിയാർച്ചയെ കുറിച്ച് ജോമോള് തന്നെ പറഞ്ഞത് കുറച്ച് ഓവർ ആക്ട് ചെയ്ത. എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്ന ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിരുന്നു, നീ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ ആ പടത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടാലറിയും ബാക്കി എല്ലാവരും, ഇപ്പോൾ വിനീതാണെങ്കിലും ശരി, അതിൻ്റെ കൂടെ അഭിനയിച്ച റോഷനാണെങ്കിലും ശരി, അവരൊക്കെ ചിരിച്ച് നോർമൽ. ഞാൻ മാത്രം നല്ല കണ്ണൊക്കെ ഇങ്ങനെ വിരിച്ച് ഭയങ്കര എക്സ്പ്രഷനൊക്കെ കൊടുത്ത്. അത്രയൊന്നും എക്സ്പ്രഷൻ്റെ ആവശ്യമില്ലായിരുന്നു. കാണുമ്പോഴും അത് ക്യൂട്ടാണ്, ക്രിഞ്ചാണ്, ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുകുട്ടിയല്ലേ. ഞാൻ മാത്രം ഭയങ്കര ലൗഡായിട്ട് പഴമൊക്കെ വായിലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചവച്ചും ഭയങ്കര എക്സ്പ്രഷനും ഭയങ്കര ചിരിയൊക്കെ. ബാക്കി എല്ലാവരും വളരെ നോർമലായിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ, അതിനകത്ത് ബോംബെ രവി സാറിന്റെ മ്യൂസിക്കിൽ ഉണ്ണി ഗണപതി തമ്പുരാട്ടി എന്നൊക്കെ പറയുന്ന പാട്ടിനുള്ളിൽ നമുക്കൊരു ഭാഗമാവാൻ കഴിയുന്നത്. പിന്നെ ഈ അടുത്തും കൂടെ അത് ഞാൻ കണ്ടതേ ഉള്ളൂ ടി വിയിൽ വന്നപ്പം. അഭിനയം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഭിനയ പാർട്ട് എനിക്ക് എപ്പോൾ കണ്ടാലും ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിലും. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്.
ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആ ഒരു ഇതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു എപ്പിക്കിൻ്റെ പാർട്ടാവാൻ സാധിച്ചു. അതിനകത്ത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരിക്കലും അത് ഞാൻ പറയാം വൺസ് ഇൻ എ ലൈഫ് ടൈം, അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഇതല്ല. പക്ഷെ അഭിനയം ഇപ്പോഴും കാണുമ്പോൾ ശരി വരും. ഈ സിനിമ മാറ്റിക്കഴിഞ്ഞാൽ ക്രിഞ്ചാവെന്ന് തോന്നിക്കാവുന്ന ഒരു പ്രണയത്തെ, ഇല്ലെങ്കിൽ ആ തരത്തിലായിരുന്നു പ്രണയത്തെ ആദ്യ കാലഘട്ടത്തിൽ നോക്കിക്കണ്ടതോ, ഇല്ലെങ്കിൽ അതിനാദ്യം കൈകാര്യം ചെയ്തത് ഒരുപക്ഷെ ഒരു തരത്തിൽ അൺനോൺ ആയിട്ടുള്ള ഒരാളിനെ നമ്മൾ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവിശ്വസനീയമാണ്. അന്നും അവിശ്വസനീയമാണ്. അന്ന് നമുക്കൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് ഒരു തേർഡ് പാർട്ടിയായിട്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെ നമ്മളെ ഇന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ഇന്റർനെറ്റിൽ മീറ്റ് ചെയ്ത അന്ന് ഇന്നത്തെ പോലെ നമുക്ക് വേറെ ട്രൂ കോളറോ അല്ലെങ്കിൽ നമുക്ക് വേറെ ചെക്ക് ചെയ്യാൻ അയാളുടെ ഒരു ഐഡന്റിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു ഇന്നത്തെ പോലെ അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത് ആരും അറിയാതെയാണ് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ വാട്സാപ്പ് ഉണ്ട്, നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അന്ന് വെറും SMS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഫോണിൽ. ഓക്കെ, അപ്പം SMS ഇപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ആളൊന്നൊക്കെ ചിലപ്പോൾ 2-3 മൊബൈൽ ഫോൺ ഉള്ള സമയം. ഇന്ന് 18 വയസ്സിന് ശേഷം നമ്മളുടെ മക്കളുടെ ഫോൺ നമ്മൾ എടുത്ത് നമ്മൾ നോക്കാറില്ല. വാട്ട് യു ആർ ഡൂയിങ്, ഇറ്റ് ഇസ് യുവർ തിങ്. അന്ന് അങ്ങനെയല്ല. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അന്ന് അങ്ങനെയല്ല. വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ ഉള്ള സമയം, മൊത്തത്തിൽ എല്ലാവരും കൂടെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയം. അപ്പം അന്നൊക്കെ അന്നും ഒരു തേർഡ് പാർട്ടിയായിട്ട് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തു. ഇൻ്റർനെറ്റിൽ ഒരു ചാറ്റിൽ കണ്ട് പരിചയപ്പെട്ട ഒരു ആളുടെ കൂടെ, പക്ഷെ അത് തേർഡ് പാർട്ടിക്കും അല്ലെങ്കിൽ ബാക്കി ആളുകൾക്ക് മാത്രമേ എനിക്കങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പം നിന്ന് ആലോചിക്കുമ്പോൾ അന്ന് ചെയ്ത ഒരു ധൈര്യം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നും നല്ല ധൈര്യം ഉണ്ട്. അന്നും നല്ല ധൈര്യം. അന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി നമുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് നമ്മൾ ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ വേൾഡ് വിൽ കൺസ്പയർ. അത് ആ ഒരു ഇതിൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. അന്ന് എൻ്റെ മനസ്സ് അറിഞ്ഞ് ആഗ്രഹിച്ച് എനിക്ക് വേണം എന്ന് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. ഇന്ന ആള് ചന്ദ്രശേഖർ ചന്തു എന്ന് പറഞ്ഞ ആളെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം. അത് എങ്ങനെ ആ ചന്ദ്രശേഖർ, അതായത് ചന്തുവിലുള്ള ആ ഒരു വിശ്വാസം എനിക്ക് എങ്ങനെ വന്നു, അത് ആ ആളുടെ കൂടെയുള്ളൊരു എൻ്റെ ജീവിതം സേഫായിരിക്കും, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഇതൊന്നും എങ്ങനെ എൻ്റെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് വന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്കതൊരു ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഈ സംസാരിക്കുന്ന നറേഷനിലൊക്കെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങളോ നല്ല പെരുമാറ്റമൊക്കെ, പക്ഷെ അതൊക്കെ ഒരു മാനിപ്പുലേഷൻ. എനിക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഒരു മിനിറ്റിൽ പോലും അല്ലെ ഒരു മൈക്രോ സെക്കൻഡിൽ പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അത് കഴിയുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ ഇതല്ല വ്യക്തി പറഞ്ഞിരുന്ന പോലെ അല്ല, എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. പക്ഷേ കുഴഞ്ഞില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ഇന്ന ബെറ്റർ വേ ആയിരുന്നു. പുള്ളിയെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തത് എന്താണ്, 5 അടി 5 ഇഞ്ച് കറുത്ത് കഷണ്ടിയായി ഉണ്ടക്കണ്ണല്ല കൊടവയറ്, കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ ലുക്സിനേക്കാൾ ആ മനസ്സിനെയായിരുന്നു എനിക്ക് അന്ന് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ആൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവരോട് പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇന്നലെ കണ്ടതുകൊണ്ടൊന്നും മിണ്ടാതിരുന്ന. ഐ യു ഷുവർ അബൌട്ട് ഇറ്റ്? കാരണം കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓൾവേസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലുക്സൊക്കെ മാറ്റർ ചെയ്യും, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് സെലിബ്രിറ്റി ഫീൽഡിലൊക്കെ അല്ല. പക്ഷേ ഐ വാസ് വെരി ഷുവർ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആളെ കണ്ടത്. അപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വ്യത്യാസം. 5 അടി 11 ഇഞ്ച്, ലീൻ, ടോൾ, അങ്ങനെ ഒരാളാണ്. സോ അന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ നിങ്ങൾ മറികടന്ന് അതിനൊക്കെ എനിക്കെപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്. ആ ശക്തി എന്ത് ശക്തിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം ചില തീരുമാനങ്ങൾക്ക് നമുക്കുണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ വി ഫീൽ വെരി സേഫ്. ആ ഒരു ശക്തി എപ്പോഴും അന്നും എന്നും ഉണ്ട്. അതാണ് ഇപ്പോൾ സുരേഷ് ചേട്ടനെ പോലെയുള്ള ഒരാൾ അന്ന് വിളിച്ചു പറയുന്നു, അവിടെ ബ്ലോക്ക് ചെയ്യുന്നു, ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു, അതൊന്നും നടന്നില്ല, അതൊന്നും പോയില്ല. ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ നടക്കാമായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. സംവെയർ ഐ ഫീൽ പ്രൊട്ടക്റ്റഡ്. ആ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ അത്ര ആഗ്രഹിച്ചിരുന്നു. അപ്പം നമുക്ക്
അത് നടത്തി തന്നിരിക്കും. ആ ഒരു ശക്തി നമുക്ക് നടത്തി. ഒരുപക്ഷെ ഇത്രയും സംഭവവിലമായ ഒരു കഥ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കഥ ജീവിതത്തിൽ തന്നെ സംഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കരമായിട്ട് അത് അന്ന് എൻ്റെ മക്കൾക്കൊക്കെ പിന്നീട് ഇപ്പോഴൊക്കെയാണ് അവർ അറിയുന്നത്. ഇങ്ങനെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് അവരും എൻ്റെ മൂത്ത മോൾക്ക് ഇപ്പം 20 years ആവുന്നു, ഇളയ ആളിപ്പോൾ ഒരു 16 years ആയി. അപ്പോൾ ഇപ്പോഴാണ് പതുക്കെ ഇങ്ങനെ, അന്ന് ഞാൻ അങ്ങനെ പോയപ്പോൾ അമ്മ അയ്യോ ഞാൻ പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് 5 വയസ്സിലോ അല്ലെങ്കിൽ 6 വയസ്സിലോ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്റ്റേജ് അല്ല. ഇപ്പം നിങ്ങൾ യു ഹവ് ഗ്രോൺ അപ്പ്. അപ്പം ഇതാണല്ലേ അമ്മ, ഞങ്ങൾ എന്തെങ്കിലും മനസ്സിലാലോചിച്ചാൽ അപ്പം അമ്മയ്ക്ക് പിടിക്കണ്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അപ്പുറത്ത് കഴിഞ്ഞിട്ട് പോകുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താലോചിക്കുന്നോ എനിക്കത് മനസ്സിലാവും. അവർ കളിയാക്കോ? പിന്നെ അവർ ഇപ്പോൾ ആ ഒരു ലെവലിലെത്തി. ഇപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. ആ ഒരു ജയ് ഗണേശനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളൊരു ചില ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ, ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ ആ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ആ മനുഷ്യൻ ആ വീൽ ചെയർ ഒന്ന് നീക്കിയിരുന്നെങ്കിൽ നമ്മളും കൂടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ടെമ്പോ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ അതുമായിട്ട് സിങ്ക് ആവുന്നത്, ആ ക്യാരക്ടറുമായിട്ട്. ജോമോളുടെ ക്യാരക്ടർ എവിടേക്കാണ് വരുന്നത് പറയാൻ പറ്റുന്നത്? എൻ്റെ ക്യാരക്ടർ അതിനകത്തൊരു ക്രിമിനൽ ലോയറാണ്. എൻ്റെ ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറില്ല, എൻ്റെ ഒരു സിനിമയിൽ പോലും ഗ്ലിസറിൻ ഇല്ലാതെ ഞാൻ അഭിനയിച്ചിട്ടില്ല. എന്തോ ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഏത് സിനിമയിലും കരച്ചിൽ, കണ്ണുനീർ, കരയാത്ത ഒരു സിനിമയും ഇല്ല എന്ന് എന്നെ അങ്ങനെ ആയിരുന്നു ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. വിച്ച് വാസ് കറക്റ്റ് ഓൾസോ. എല്ലാ സിനിമയിലും എപ്പോഴും മോയും കരഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇതിനകത്തൊരു ക്രിമിനൽ ലോയറാണ്. ഒരു ക്രിമിനൽ ലോയർ, അതും ഒരു ലേഡി ക്രിമിനൽ ലോയർ എന്ന് പറയുമ്പം എത്ര ഫിയേഴ്സ് ആയിരിക്കും എന്നുള്ളത് അറിയാലോ. ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഒരു തുള്ളി പോലും ഗ്ലിസറിൻ ഇല്ല. ആൻഡ് ഐ കുഡ് എൻജോയ് ഡൂയിങ് ദിസ് ബിക്കോസ് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നു പോകുന്നു. ഇറ്റ്സ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ടേജ് വെച്ച് നോക്കുമ്പം ഒരുപാടില്ലെങ്കിലും പക്ഷെ ഐ പ്ലേ ഇടയ്ക്ക് ഒക്കെ മാറി നിന്നിട്ട് 2017 തോന്നുന്നു കെയർഫുൾ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അപ്പം ഈ സിനിമയിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചെറുതു മുതൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും അഭിനയമൊക്കെ ഒരുപാട് മാറി. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതിലോട്ട് വരാൻ. മനസ്സിൽ ഇപ്പോഴും ഉണ്ണിയാർച്ച ലെവൽ പോലെ നീ പ്ലീസ് നാച്ചുറൽ ആവും, അഭിനയിക്കരുത് എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു അവനെ ഒരുപാട് മാറി. എന്നെ ഉണ്ണി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാനും ഉണ്ണിയും തമ്മിലുള്ള കോമ്പിനേഷനിൽ ഉണ്ണി കുറേ സജഷൻസ് എനിക്ക് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പം അത് ഐ കുഡ് ഡു ദാറ്റ്. എൻ്റെ മനസ്സിനകത്തൊരു ഫീല് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടം വിജയിക്കട്ടെ, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. സംസാരിക്കാൻ ഞാൻ നന്ദി. താങ്ക് യു.